നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഎസിനെ കടന്നാക്രമിച്ച് സിപിഎം സെക്രട്ടേറിയറ്റ് പ്രമേയം. സമാന്തര നേതൃത്വത്തിനുള്ള നീക്കം വെച്ച് പുറപ്പിക്കില്ല. പ്രതിസന്ധികളിൽ യുഡിഎഫിന് വിഎസിന്റെ സഹായം. അഖിലേന്ത്യാ നേതൃത്വത്തെ വക്രീകരിച്ചു. പിബിയെ വെല്ലുവിളിച്ചു. സംസ്ഥാനത്ത് ഒരു സമാന്തര പാർട്ടി നേതൃത്വത്തിന് താൻ നേതൃത്വം നൽകുമെന്നാണോ സഖാവ് വിഎസ് ഉദ്ദേശിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നീക്കവും പാർട്ടി വെച്ച് പൊറപ്പിക്കുകയില്ല. അഴിമതി ആക്ഷേപത്തിൽ എളമരം കരീമിന് പൂർണ്ണ പിന്തുണ. യുഡിഎഫ് ലീഗുമായി രാഷ്ട്രീയ ബന്ധത്തിനില്ല. കോൺഗ്രസ് നേതൃത്വം ഒരുമിച്ച് പോകുന്നില്ല എങ്കിൽ സ്വന്തം വഴി നോക്കുമെന്ന് ഷിബു ബേബി ജോൺ ക്ലോസ് എൻകൗണ്ടറിൽ. അച്ചടക്കമില്ലാത്ത മുന്നണി സംവിധാനത്തിൽ തുടരാനാകില്ല. കോൺഗ്രസ് പ്രസ്ഥാനം യോജിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. മുന്നണി മാറ്റത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഷിബു ബേബി ജോൺ. ആർ ബാലകൃഷ്ണപിള്ളയുടെ പരാതിയിൽ അനൂപ് ജേക്കബിനെതിരെ വിജിലൻസ് അന്വേഷണം. അഴിമതി കേസിലെ പ്രതിയെ മഞ്ഞളാംകുഴി അലിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. മലബാർ സിമന്റ്സ് അഴിമതി കേസുകൾ സിബിഐക്ക് വിടാനുള്ള തീരുമാനം സർക്കാർ തന്നെ അട്ടിമറിച്ചതിന്റെ തെളിവ് പുറത്ത്. അഭിഭാഷകർ വരാത്തതിനാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് നിർത്തിവെച്ചു. അഭിഭാഷകർ ഹാജരാകാത്തത് തുടർച്ചയായ രണ്ടാം ദിവസം. ഡിവിഷൻ ബെഞ്ചിന് കടുത്ത അതൃപ്തി. നടപടി ആവശ്യപ്പെട്ട് രജിസ്ട്രാറുടെ കത്ത്. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 83.96% വിജയം. മുൻവർഷത്തേക്കാൾ 4% അധികം വിജയം. VHSCയിൽ വിജയം 91.63%. 59 സ്കൂളുകൾക്ക് 100 മേരി. വിഎസിനെ കടന്നാക്രമിച്ച് സിപിഎം സെക്രട്ടേറിയറ്റ് പ്രമേയം. സമാന്തര നീക്കത്തിനുള്ള നീക്കം വെച്ച് പൊറപ്പിക്കില്ലെന്ന് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. വിഎസ് ഇപ്പോഴും തിരുത്താൻ തയ്യാറാകുന്നില്ല. പ്രതിസന്ധികളിൽ യുഡിഎഫിന് വിഎസിന്റെ സഹായം ലഭിക്കുന്നു. വിഎസ് അഖിലേന്ത്യാ നേതൃത്വത്തെ വക്രീകരിച്ചുവെന്നും പിബിയെ വെല്ലുവിളിച്ചുവെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു. വിവാദ അഭിമുഖം പൊളിറ്റ് ബ്യൂറോ തള്ളിയ ശേഷവും വിഎസ് പിബിയെ വെല്ലുവിളിച്ചതോടെയാണ് നിലപാട് വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടേറിയറ്റ് പ്രമേയം പരസ്യപ്പെടുത്തിയത്. വിഎസിന്റെ നിലപാടുകളെ തള്ളിയുള്ള കുറ്റപത്രമായിരുന്നു പ്രമേയം. യുഡിഎഫ് വൻ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അവരുടെ രക്ഷയ്ക്കുതകുന്ന സമീപനമാണ് വിഎസ് സ്വീകരിക്കുന്നത്. യുഡിഎഫ് പ്രതിസന്ധി നേരിടുന്ന പല ഘട്ടങ്ങളിലും അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുമാറ് സഖാവ് വിഎസ് പതിവ് പോലെ ഇത്തവണയും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ് പാർട്ടിക്കെതിരെ ഉന്നയിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന നേതൃത്വത്തെയും മാറ്റി നിർത്തി ഒരു സമാന്തര പാർട്ടി നേതൃത്വത്തിന് നേതൃത്വം നൽകാനാണ് വിഎസിന്റെ ശ്രമം. അത്തരമൊരു നീക്കവും പാർട്ടി വച്ചുപൊറപ്പിക്കില്ല. സംസ്ഥാനത്ത് ഒരു സമാന്തര പാർട്ടി നേതൃത്വത്തിന് താൻ നേതൃത്വം നൽകുമെന്നാണോ സഖാവ് വിഎസ് ഉദ്ദേശിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു നീക്കവും പാർട്ടി വെച്ച് പൊറപ്പിക്കുകയില്ല. ഇടതുമുന്നണി വികസനം വ്യക്തിപരമായ ഒരു അജണ്ടയാണെന്ന് തോന്നുമാറാണ് വിഎസ് അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വരുത്തും വിധം ഇടതുമുന്നണി വികസിപ്പിക്കണമെന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനമാണ്. പാർട്ടി നിലപാടിനെ വക്രീകരിക്കാനാണ് വിഎസിന്റെ ശ്രമം. കേരളത്തിലെ ചില നേതാക്കൾ തന്നെ കണ്ടതും സംസാരിച്ചതും പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അതിനെക്കുറിച്ച് സഖാവ് വിഎസ് വക്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് പരസ്യമായി സ്വീകരിച്ച് കാണുന്നത്. പഴയ നേതൃത്വത്തിനെതിരെ വിഎസ് ഉയർത്തിയ നിലപാടിനെയും സെക്രട്ടേറിയറ്റ് തള്ളുന്നു. സംസ്ഥാന സെക്രട്ടറി പാർട്ടി അംഗീകരിച്ച നിലപാടാണ് പരസ്യമായി സംസാരിക്കുന്നത്. പാർട്ടി നിലപാട് വ്യക്തമാക്കുമ്പോൾ പഴയതും പുതിയതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക? വലതുപക്ഷ വ്യതിയാനം എന്ന ആരോപണം 2012 തന്നെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തള്ളിയതാണ്. ഈ ആരോപണം വീണ്ടും ഉന്നയിക്കുന്നതിന് പിന്നിൽ പാർട്ടി താൽപര്യങ്ങളല്ല. കേന്ദ്ര കമ്മിറ്റി 2012 തന്നെ തള്ളിയ ആരോപണങ്ങൾ സഖാവ് വിഎസ് ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പാർട്ടി താൽപര്യമല്ല ഉള്ളത്. തെറ്റിദ്ധരുത്താതെ വിഎസ് പഴയ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ സഖാവ് വിഎസ് തിരുത്താൻ തയ്യാറില്ലെന്ന് മാത്രമല്ല, പഴയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി മാറുമ്പോൾ നിലപാട് മാറില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ഒടുവിൽ പാർട്ടിക്ക് വഴങ്ങണമെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രമേയം അവസാനിക്കുന്നത്. പാർട്ടിയെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന പൊതുപ്രസ്താവനകൾ സഖാവ് ചെയ്യരുത്. സംസ്ഥാന കമ്മിറ്റിയുടെ കൂട്ടായ തീരുമാനങ്ങൾക്ക് സഖാവ് വഴങ്ങണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, KM ഷാജഹാൻ, സുരേന്ദ്ര ബാബു, NP ചേക്കുട്ടി എന്നിവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ AK ബാലൻ, VSനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു, പക്ഷേ ശിക്ഷയില്ല. UDF പ്രതിസന്ധിയിലാകുമ്പോൾ പാർട്ടിയെ കുറ്റപ്പെടുത്തി ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളായിട്ടാണ് VS അച്യുതാനന്ദനെ നിങ്ങൾ വിശേഷിപ്പിച്ചത്. എങ്ങനെയാണ് അങ്ങനെ ഒരാൾക്ക് പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കാൻ കഴിയുക, പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകാൻ കഴിയുക നിയമസഭയിൽ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പാസാക്കിയിട്ടുള്ള പ്രമേയം ഏകകണ്ഠ്യേന അത് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ രൂപത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് നിർബന്ധിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട VSന്റെ ചില പരാമർശങ്ങൾ ഘടകപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിനല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഉപകരിക്കുക. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി മാർക്സിസ്റ്റ് വിരുദ്ധ ജനം ഈ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിൽ സഖാവ് VSന്റെ പരാമർശങ്ങളും നിലപാടുകളും സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സഖാവ് VSനെ TVയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പോലും നിർബന്ധിക്കപ്പെട്ടത്. അതിനുശേഷം സഖാവ് VS ചിലപ്പോഴെല്ലാം പാർട്ടിയുടെ തീരുമാനത്തിന് വിധേയമായി നിന്നു എങ്കിൽ പോലും സന്നിഗ്ധ ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ സഖാവ് VS നടത്തിയത് ഒരു രൂപത്തിലും പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പാർട്ടി നേതൃത്വത്തിനും അന്ന് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത സഖാവ് പിണറായി വിജയനെ വ്യക്തിപരമായും സഖാവ് VS തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. എങ്ങനെയാണ് സംസ്ഥാന നേതൃത്വം ഇങ്ങനെ വിലയിരുത്തുമ്പോൾ പ്രതിപക്ഷ നേതാവായി VS അച്യുതാനന്ദനെ തുടരാൻ അനുവദിക്കാനാവുക? അല്ല, ഞാനൊരു ഒറ്റ സെന്റൻസോട് കൂടി തീരുക. അതിനുശേഷം സഖാവ് VS ഞാൻ മറുപടി പറഞ്ഞോളാം. അതിനുശേഷം സഖാവ് VS നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഓപ്പൺ സെൻസറിങ് നടത്തിയതാണ്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് VS എടുത്ത തീരുമാനം ഒരു രൂപത്തിലും പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ സഖാവ് VSന് മുന്നറിയിപ്പ് നൽകിയത്. സഖാവ് VS ഒരു രൂപത്തിലും പുറത്തിക്കാൻ പറ്റാത്ത നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചിതറിപ്പോകുന്നു. താങ്കളിലേക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ സുരേന്ദ്ര ബാബു, ആ ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. ഇതുവരെ ഉത്തരം കിട്ടിയില്ല. നമുക്ക് ഒരിക്കൽ കൂടി ക്ഷമിക്കാം ശ്രീ AK ബാലനെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സമാന്തര നേതൃത്വമാകാൻ VS അച്യുതാനന്ദൻ ശ്രമിക്കുന്നു എന്നാണ് ഈ പ്രമേയം പറയുന്നത്. ഞങ്ങൾ ആരാണ്? VS അച്യുതാനന്ദൻ ഈ പറയുന്ന ഞങ്ങൾ ആരാണ് എന്ന് പാർട്ടി ചോദിക്കുന്നുണ്ട്. യെച്ചൂരിയെ ഒപ്പം നിർത്തി സംസ്ഥാന നേതൃത്വത്തെ ഓവർടേക്ക് ചെയ്യാൻ VS അച്യുതാനന്ദൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ സംസ്ഥാന നേതൃത്വത്തിൽ ഇപ്പോഴുണ്ടോ? ഇതിലൊരു പരിധിവരെ VS അച്യുതാനന്ദൻ്റെ ശ്രമങ്ങളിൽ യെച്ചൂരി വീണു എന്ന് പാർട്ടി കരുതുന്നുണ്ടോ? NK പ്രേമചന്ദ്രനുമായും MP വീരേന്ദ്രകുമാറുമായും യെച്ചൂരി സംസാരിച്ചിരുന്നു. VS അച്യുതാനന്ദൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ നിന്ന് കണ്ടോൺമെൻറ് ഹൗസിൽ നിന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഫോണിൽ വിളിക്കുന്നു. MP വീരേന്ദ്രകുമാറും NK പ്രേമചന്ദ്രനും ഡൽഹിയിൽ വരുമ്പോൾ അവരുമായി സംസാരിക്കണമെന്നാവശ്യപ്പെടുന്നു. യെച്ചൂരി സംസാരിക്കുന്നു. ഇതൊന്നും തന്നെ സംസ്ഥാന നേതൃത്വം അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രമേയത്തിൽ CPM പറയുന്ന ഞങ്ങളിൽ യെച്ചൂരിയുമുണ്ടോ? ഈ പ്രമേയത്തിൽ VS അച്യുതാനന്ദനെ നേരിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ പരോക്ഷമായി യെച്ചൂരിയെ കുറ്റപ്പെടുത്തുന്നുണ്ടോ, ലക്ഷ്യം വെക്കുന്നുണ്ടോ? അല്ല, അതിനകത്ത് യെച്ചൂരിയുടെ മൗനസമ്മതത്തിലോ തുറന്ന സമ്മതത്തിൻ്റെയോ പശ്ചാത്തലത്തിലാണ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവങ്ങൾ നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് കൊണ്ടാടുകയുണ്ടായി. പക്ഷേ പോളിറ്റ് ബ്യൂറോയുടെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന കമ്മ്യൂണിക്കെ കാണിക്കുന്നത് സീതാറാം യെച്ചൂരി അക്കാര്യത്തിൽ VS അച്യുതാനന്ദൻ്റെ കയ്യിലെ ഒരു പോണോ ടൂളോ ആകാൻ പോകുന്നില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതായിരുന്നു പോളിറ്റ് ബ്യൂറോയുടെ ആ കുറിപ്പ്. പോളിറ്റ് ബ്യൂറോയുടെ കുറിപ്പെന്നല്ല പറയേണ്ടത്, ഒരു ശാസനയാണ്, തുറന്ന ശാസന, സെൻഷർ. ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ VS അച്യുതാനന്ദൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സീതാറാം യെച്ചൂരി VS അച്യുതാനന്ദൻ എന്ന അച്യുതണ്ട്, ആ ഞങ്ങൾ എന്ന് പറയുന്ന ആ സംഭവം അത്
കേന്ദ്ര നേതൃത്വം തള്ളി എന്ന് മാത്രമല്ല, സംസ്ഥാന നേതൃത്വം അടിവരയിട്ട് തള്ളുകയും VS അച്യുതാനന്ദൻ്റെ ആ ശ്രമം യഥാർത്ഥത്തിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ആരാണോ പ്രതിയോഗിയായി വരുന്നത്, UDF ആണ്, ആ പ്രതിയോഗിയായി വരുന്ന ആ വിഭാഗത്തിനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ നികേഷ് കുമാർ സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയ VSനെ അന്ന് വിശദീകരിച്ചത് ശത്രു വിഭാഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴുന്നു സഖാവ് എന്നാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം ശത്രുവായിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ദയവായി തുടരുക. അവിടെ നിർത്തുക ശ്രീ ഭാസുരേന്ദ്ര ബാബു. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ KM ഷാജഹാൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു ചൂണ്ടിക്കാണിച്ചത് വസ്തുതാപരമാണെന്ന് വിലയിരുത്തേണ്ടി വരും. VS അച്യുതാനന്ദൻ VS ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയായി സീതാറാം യെച്ചൂരിയെ മത്സരിപ്പിക്കുന്നു എന്ന നില മാധ്യമങ്ങളിലൂടെ വരുത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹം ജയിക്കുന്നു. തിരിച്ചു വരുന്ന VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം. ഈ ഘടകകക്ഷികളെല്ലാം തിരികെ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനം നടത്തുമെന്ന് പറയുന്നു. ജനറൽ സെക്രട്ടറി ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇവരുമായി ഞാൻ പ്രാഥമിക സംഭാഷണം നടത്തിയെന്ന് പറയുന്നു. ഇവിടെ സംസ്ഥാന നേതൃത്വം അറിയാതെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എംബറാസിംഗ് ആണ്. ഇതാ പ്രമേയത്തിലൂടെ ഈ ഞങ്ങൾ ആരാണ് എന്ന് പാർട്ടി നേതൃത്വം ചോദിക്കുന്നു. ശരിയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത്. ഈ പറയുന്ന സീതാറാം യെച്ചൂരി അങ്ങനെ VS അച്യുതാനന്ദനൊന്നും കിട്ടില്ല എന്ന് സീതാറാം യെച്ചൂരി തന്നെ വാർത്താക്കുറിപ്പിലൂടെ തെളിയിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ VS അച്യുതാനന്ദൻ അബദ്ധത്തിൽ പിണയുകയായിരുന്നു. ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു VS അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം. ആ എക്സ്പെക്റ്റേഷൻ പൊളിയുമ്പോൾ യെച്ചൂരിയും കൈവിട്ടു, സംസ്ഥാന നേതൃത്വവും കൈവിട്ടു എന്ന നിലയിൽ ഹതാശനാണോ? അല്ല, അത് വളരെ നിർണായകമാണ്, വളരെ പ്രധാനമാണ് നികേഷ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാചകം. പാർട്ടിയുടെ പ്രമേയത്തിനകത്ത് ഞങ്ങൾ ആരാണ് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം വളരെ അർത്ഥഗർഭമാണ്. അത് വെറുതെ ചോദിച്ചിട്ടുള്ളതല്ല. നികേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനതൊന്നുകൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശാഖപട്ടണം സമ്മേളനത്തിൽ മത്സരിക്കുമോ എന്ന് പിന്നെ സീതാറാം യെച്ചൂരി നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്ന് പോലും തോന്നുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വിജയാശംസകൾ നേർന്നു. അതിനുശേഷം സീതാറാം യെച്ചൂരി ജയിച്ചു കഴിഞ്ഞപ്പോൾ വിജയാശംസകൾ നേർന്നതിൽ തെറ്റില്ല എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. അതിനുശേഷം VS അച്യുതാനന്ദൻ നിരന്തരമായി ഞാനും സീതാറാം യെച്ചൂരിയും ഒരച്യുതണ്ടാണ് എന്ന് തോന്നിക്കുന്ന നിലയിൽ നിരന്തരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായി. VS അച്യുതാനന്ദൻ അതിനുശേഷം നടത്തിയ എല്ലാ പ്രസ്താവനകളിലും സീതാറാം യെച്ചൂരിയെ തന്നോടൊപ്പം നിർത്തുന്നതിനും കേന്ദ്ര നേതൃത്വം പഴയ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്ന പിന്നെ പ്രകാശ് കാരാട്ടിനെയും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനെയും ഒരുമിച്ച് നിർത്താനും വേണ്ടിയുള്ള സംഘടിതമായിട്ടുള്ള ശ്രമം VS അച്യുതാനന്ദൻ്റെ എല്ലാ പിന്നെ പ്രസ്താവനകളിലും ഉണ്ടായിരുന്നു. അതിൽ തന്നെ വളരെ നിർണായകമായി നമ്മൾ കാണേണ്ടത് അതിൽ പലതിനെയും സീതാറാം യെച്ചൂരി കൺകർ ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം. ഞാൻ നേരത്തെ പറഞ്ഞു സീതാറാം യെച്ചൂരി ആശംസകൾ പിന്നെ അർപ്പിച്ചതിനെ അനുകൂലിച്ചു എന്ന് മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിയിൽ 7 പേർ സംസ്ഥാന നേതൃത്വത്തിനെതിരായി സംസാരിച്ചത് ഇന്റേണൽ ഡെമോക്രസിയാണ് പാർട്ടിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും കൺകർ ചെയ്യാൻ സീതാറാം യെച്ചൂരി ശ്രമിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സീതാറാം യെച്ചൂരിയും VS അച്യുതാനന്ദനും ചേർന്നുള്ള ഒരു അച്യുതണ്ട് ഈ പാർട്ടിയിൽ വികസിച്ച് വരുന്നുണ്ടോ എന്നുള്ള ആശങ്ക സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നു. ആ ആശങ്ക വളരെ വ്യക്തമായി തന്നെ അവർ ഈ പ്രമേയത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും പറയാനുള്ളത്. തുടരുക ശ്രീ KM ഷാജഹാൻ. AK ബാലൻ ടെലിഫോൺ ലൈനിൽ വീണ്ടും അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. സംസാരം മുറിയുന്നതിന് മുമ്പ് ശ്രീ AK ബാലൻ, എൻ്റെ ചോദ്യം ഇതായിരുന്നു. UDFനെ നിരന്തരം സഹായിക്കുന്ന VSനെ എങ്ങനെയാണ് നിങ്ങളെ നിയമസഭയിൽ നയിക്കാനാവുക? ഞങ്ങൾ അക്കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട VS സംസ്ഥാന നേതൃത്വം വീണ്ടും താങ്കൾ റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി ശ്രമിക്കാം. ഇവിടെ ശ്രീ NP ചേക്കുട്ടി, സംസ്ഥാന നേതൃത്വം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു, ഞങ്ങളാണ് ബോസ്. ഇതിനിടയിൽ ഒരു സീതാറാം യെച്ചൂരിയുടെ കടന്നുകയറ്റമോ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ ഇടയിൽ കയറുന്നതോ ഒന്നും തന്നെ അനുസരിക്കേണ്ടതില്ല എന്ന് ഷിബു ബേബി ജോൺ പറയുകയുണ്ടായി. VS അച്യുതാനന്ദൻ ഞങ്ങൾ ക്ഷണിക്കുന്നതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. VS അച്യുതാനന്ദൻ എത്ര കാലം ആ പാർട്ടിയിൽ തുടരും എന്നത് സംബന്ധിച്ച് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക എന്ന് MP വീരേന്ദ്രകുമാർ
ഈ വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ നടന്നിട്ട് എത്രയൊക്കെ അപകടങ്ങൾ പറ്റിയിട്ടും ഒടുവിൽ കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തെ കാണുകയും ഞങ്ങൾ ചായ കുടിച്ച് പിരിയുകയാണെന്ന് പറയുകയും പിറ്റേന്ന് വി എസ് അച്യുതാനന്ദൻ തന്നെ റിപ്പോർട്ടർ ചാനലിനോട് പറയുകയുണ്ടായി, ഞങ്ങൾ കുടുംബകാര്യമല്ല സംസാരിച്ചത്, രാഷ്ട്രീയം തന്നെയാണ്. രണ്ട് രാഷ്ട്രീയക്കാർ കാണുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കും, അതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം എന്ന് അപ്പോൾ എഴുതിയാൽ മതി എന്ന്. ഇനിയിപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ പ്രധാനപ്പെട്ട 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷ പ്രവർത്തനത്തിൽ ഒന്നും തന്നെ വി എസ് അച്യുതാനന്ദനെ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളാരും വി എസ് അച്യുതാനന്ദനുമായി സംവദിക്കേണ്ട, വി എസ് അച്യുതാനന്ദൻ തന്നെ സ്വയം പിരിഞ്ഞു പോവുകയാണ് നല്ലത് എന്ന് വി എസ് അച്യുതാനന്ദനോടും ഘടകകക്ഷികളോടും വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രമേയം കേന്ദ്ര നേതൃത്വത്തിന് അയച്ച് വി എസ് അച്യുതാനന്ദൻ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തടയുക, പറ്റുമെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി തരിക, ഏറ്റവും അവസാനമായി ഒരുപക്ഷെ പുറത്താക്കാൻ കഴിയുമെങ്കിൽ PB കമ്മീഷനോടുകൂടി അത് പൂർത്തിയാക്കുക എന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ഒരു അമിത വായന ഈ പ്രമേയത്തിൽ കാണേണ്ടതില്ല. കാരണം കഴിഞ്ഞ ആലപ്പുഴ സമ്മേളന സമയത്ത് പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ഒരു പ്രമേയം ഇതേ തരത്തിൽ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അവിടെ അവതരിപ്പിച്ചിരുന്നു. അന്ന് അനവസരത്തിലായിരുന്നു ആ പ്രമേയം. പക്ഷെ ഇന്ന് VS തന്നെ ചില വഴികൾ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ലീഡർഷിപ്പിന് ഇങ്ങനെയൊരു പ്രമേയം കൊണ്ടുവരാൻ ഇടയാക്കുന്ന സാഹചര്യം VS തന്നെ ഉണ്ടാക്കിയതാണ്. അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള ചില സമീപനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ VSനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നിലപാടുകളാണ്. പക്ഷെ അതിനപ്പുറം VS അച്യുതാനന്ദനെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശം സംസ്ഥാന കമ്മിറ്റിക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ശ്രമം അവർ നടത്തുകയാണെങ്കിൽ പോലും അത് വിജയിക്കാൻ പോകുന്നില്ല. കാരണം രാഷ്ട്രീയമായിട്ട് VS അച്യുതാനന്ദൻ പറഞ്ഞ നിലപാടുകൾ വളരെ ശരിയാണ്. 2004 ശേഷം 2015 വരെ ഉണ്ടായ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപജയത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ LDFന്റെ CPMന്റെ ലീഡർഷിപ്പിലിരുന്ന ആളുകളുടെ നിലപാടുകൾ തന്നെയാണ് തകർച്ചയുണ്ടായത്. അക്കാര്യത്തിലൊന്നും ഒരു എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ആ വസ്തുതകൾ ഇല്ലാതാക്കാൻ കഴിയില്ല. അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ മുന്നിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ VS അടക്കമുള്ള ആളുകൾ നടത്തുന്ന ഇനീഷ്യേറ്റീവ്സിനെ കേരളത്തിലെ ലീഡർഷിപ്പ് തള്ളിപ്പറയുമെന്ന് ഞാൻ കരുതില്ല. ഒരു കാര്യം ശരിയാണ്, അവർക്ക് തിരിച്ചു വരണമെങ്കിൽ പിണറായി വിജയനും കോടിയേരിയും ബേബിയും ഒക്കെയുള്ള ലീഡർഷിപ്പിനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ അവർക്ക് വരാൻ കഴിയൂ. VS മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാൻ കഴിയില്ല. ഷാജഹാൻ, ഇവിടെ VS അച്യുതാനന്ദൻ അല്പം സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിന് ശേഷം വേഗം RSPയെ വേഗം JDUവിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക. ഇതിനകം തന്നെ RSP നേതാക്കളുമായും JDU നേതാക്കളുമായും VS അച്യുതാനന്ദൻ ടെലിഫോണിലും നേരിട്ടും കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആധികാരിക വിവരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ കൂടിയാലോചനകൾ വേഗത്തിലാക്കുന്ന VS അച്യുതാനന്ദൻ്റെ ലക്ഷ്യം എന്താണ്? ഉടനെ ഇപ്പോൾ ഈ JDUവും RSPയും UDF വിട്ട് LDFിലേക്ക് വരികയാണെങ്കിൽ പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു പുതിയ മന്ത്രിസഭ ഉണ്ടാക്കി അധികാരത്തിലേറുക എന്നുള്ളതാണോ? അങ്ങനെ ഒരു ഇടതുപക്ഷ ഐക്യം എന്ന പൊളിറ്റിക്സ് മുൻനിർത്തി ഞാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഇടതൈക്യവുമായി മുന്നോട്ട് പോകുന്നതെന്നും മറുഭാഗത്തുള്ളവർ സംസ്ഥാന നേതൃത്വം മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും ഒക്കെ തന്നെയും ഇപ്പോൾ സൗഹൃദത്തിലാകാൻ ശ്രമിച്ച് വലതുപക്ഷ വ്യതിയാനം അല്ലെങ്കിൽ പാർട്ടിയുടെ 21ാം കോൺഗ്രസ് അംഗീകരിച്ച നയപരിപാടികളിൽ നിന്ന് വ്യത്യസ്ത നയപരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തെളിയിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഒരുപക്ഷെ നേരത്തെ VS അച്യുതാനന്ദൻ ഉയർത്തിക്കൊണ്ടുവന്ന SNC ലാവലിൻ വിഷയം അടക്കമുള്ളവ വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് പിണറായി വിജയനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതാക്കുകയോ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് VSന്റെ ലക്ഷ്യങ്ങളാണോ? അല്ല നികേഷ്, ഇതിൽ രണ്ടുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മത്സരിപ്പിക്കാതിരിക്കുക എന്നത് മാത്രമാണ് VS അച്യുതാനന്ദൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം VSന് ഒരു 10-15 വർഷത്തെ കണക്ക് തീർക്കാനുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നതിനെ പല്ലും നഖവും ഉപയോഗിച്ച് VS അച്യുതാനന്ദൻ എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അത് സംബന്ധിച്ച് ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം അരുവിക്കര തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുഖ്യ ചുമതല നൽകിയതാണ് വി.എസ്. അച്യുതാനന്ദനെ അസ്വസ്ഥനാക്കിയത് എന്നും പിന്നെ അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല അരുവിക്കരയിൽ പിണറായി വിജയന് നൽകിയാൽ താൻ പ്രചരണത്തിൽ ഇറങ്ങില്ല എന്ന് വരെ വി എസിൻ്റെ ചില പിന്നെ വിശ്വസ്തരോട് സൂചിപ്പിച്ചതായൊക്കെ ചില മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത് വി എസ് അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ വി എസിൻ്റെ ഈ ആക്രാന്തം കാണുമ്പോൾ, അതായത് ജനതാദൾ യുവിനെയും ഈ പിന്നെ RSPയെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള വി.എസ്. അച്യുതാനന്ദൻ്റെ ഈ അമിതാവേശം കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് മാത്രമല്ല എന്നും നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് കക്ഷികൾ വന്നാൽ ഈ വരുന്ന ഇപ്പം നികേഷിന് തന്നെ അറിയാം, മാണി വന്നപ്പം മാണി വരാൻ ശ്രമം നടത്തിയപ്പോൾ അന്ന് അതിനെ ശക്തമായി എതിർത്തു. കാരണം മാണി വന്നാൽ മാണി മുഖ്യമന്ത്രിയായിട്ടാണ് വരിക, അതുകൊണ്ട് മാണിയെ എതിർക്കുന്നു. എന്നാൽ ജനതാദൾ യുവിനെയും പിന്നെ RSPയെയും ഇങ്ങോട്ട് വലിക്കാൻ കാണിക്കുന്ന ഒരു അമിതാവേശം അടുത്ത ഒരു വർഷക്കാലം മുഖ്യമന്ത്രിയായിരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സ്വപ്നമോ ദിവാസ്വപ്നമോ അതിൽ നിന്ന് ഉയർകൊണ്ടതാണെന്നും അടുത്ത ഒരു വർഷം മുഖ്യമന്ത്രിയായി ഇരിക്കാൻ കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് താൻ മുഖ്യമന്ത്രിയായിരിക്കവേ തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ഒരു തുടർച്ചയുടെ സാധ്യത കൂടി മുന്നിൽ കാണുന്ന ഒരു ദിവാസ്വപ്നവും കൂടി അതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ള സംശയം എന്നെ പോലുള്ള ആളുകളുടെ ഇടയിലുണ്ട് എന്നുള്ള വസ്തുത തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയും. ശ്രീ എ കെ ബാലൻ, ഞാൻ പറയുന്നത് താങ്കൾക്ക് കേൾക്കാമെങ്കിൽ RSPയെയും ജനതാദൾ യുണൈറ്റഡിനെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള UDF തുടരുന്ന ഘടകകക്ഷികളെ LDF ഇരുന്ന് UDF നിന്ന് പുറത്ത് ചാടിക്കാനുള്ള വി.എസ്. അച്യുതാനന്ദൻ്റെ ശ്രമം, അതാണല്ലോ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പ്രമേയത്തിൽ വിമർശിച്ചെഴുതിയിരിക്കുന്നത്. അങ്ങനെ UDF ഇരിക്കുന്ന കക്ഷികളുമായി നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല, അവർ പുറത്തേക്ക് വന്നാൽ മാത്രമേ LDFുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്ക് സാധിക്കൂ എന്ന്. അങ്ങനെ UDF ഇരിക്കുന്ന ഘടകകക്ഷികളുമായി വി.എസ്. അച്യുതാനന്ദൻ സംസാരിക്കുന്നത് വി.എസ്. അച്യുതാനന്ദൻ ഉടനടി മുഖ്യമന്ത്രിയാകണമെന്ന താല്പര്യപ്രകാരമാണോ? പാർട്ടിയെ മറികടന്നും എതിരെ ഞങ്ങൾ എന്ന ഒരു രൂപം സൃഷ്ടിച്ചും വി.എസ്. അച്യുതാനന്ദൻ ശ്രമിക്കുന്നത് അതിനാണോ? അതിപ്പോൾ ഷാജഹാൻ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ദിവാസ്വപ്നമാണ്. ആ രൂപത്തിലുള്ള വിഡ്ഢിത്തത്തിനൊന്നും സഖാവ് വി.എസ്. എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ ഒരു ആക്ഷേപം അദ്ദേഹത്തിനെതിരായിട്ട് പറയേണ്ടതാണ്. ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു ആലോചന ഷാജഹാനോട് തന്നെ ഞാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിനും ഷാജഹാൻ മറുപടി പറഞ്ഞിരുന്നു. പിണറായിയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം വി.എസ്. അച്യുതാനന്ദനുണ്ടോ? അല്ല, പിണറായിയെ പ്രതിരോധിക്കാൻ വി.എസിന് അങ്ങനെ വല്ല ലക്ഷ്യവും ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ തെളിയിക്കേണ്ട വസ്തുതയാണ്. വി.എസിന്റെ ഈ തിടുക്കം കാണുമ്പോൾ വി.എസ്. എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നു എന്നും 4 വർഷം പിന്നിടുന്ന സർക്കാർ 5ാം വർഷത്തിലേക്ക് പോവുകയാണ്, ഇനിയിപ്പോൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കില്ല, അതിനു മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ തടയിടുക എന്നുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വലിയ കുറ്റപത്രം സമർപ്പിക്കുന്നതിലൂടെ വി.എസിൻ്റെ ധൃതി പോലെ തന്നെ വി.എസിനെ വേഗത്തിൽ പ്രതിരോധിച്ച് നിർത്തുക എന്ന ധൃതി ഈ പ്രമേയത്തിലുമില്ലേ? ആ പ്രമേയത്തിൽ നിങ്ങളത് കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ്. ആ പ്രമേയത്തിൻ്റെ അകത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യം, സഖാവ് വി.എസ്. ഇപ്പൊ സ്വീകരിക്കുന്ന നിലപാട് മാറ്റണം എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ ഒരു അഭ്യർത്ഥനയാണ്. അത് CC മുമ്പ് തന്നെ നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പും അതുപോലെ തന്നെ വി.എസിന് നൽകിയിട്ടുള്ള ഒരു താക്കീതുമാണ്. അത് വി.എസ്. മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധം, വർഗബോധം, തൊഴിലാളി വർഗത്തോടുള്ള പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് പൊതുവിൽ വി.എസിന് നല്ലതാണ്, പാർട്ടിക്കും നല്ലതാണ്. ആ ദിശയിലേക്ക് സഖാവ് വി.എസിന്റെ സമീപനം മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വ്യക്തമാകാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഉത്തരം വ്യക്തമാകാത്തതുകൊണ്ട് ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. എങ്ങനെയാണ് വി.എസിന്റെ നേതൃത്വം അംഗീകരിച്ച് നിയമസഭയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവുക? അക്കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ആ രൂപത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇല്ല.
പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ശരിയാണ്. പല ഘട്ടങ്ങളിലും UDF പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ പാർട്ടിയിൽ കുഴപ്പമുണ്ടാക്കി UDFിലെ പ്രതിസന്ധിയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കാറുണ്ട് എന്നാണ്. ഒരു ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ നിയമസഭയിൽ എങ്ങനെയാണ് VSനെ നേതാവാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? നിയമസഭയിൽ നല്ല പ്രവർത്തനമാണ് VS, പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എന്നാണ്. അതായത് നിങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കൊണ്ട് VS അച്യുതാനന്ദനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? VSന്റെ പ്രതിപക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ പാർട്ടി ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഈ കാര്യങ്ങളടക്കം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിലുള്ള പ്രശ്നമാണ്. അക്കാര്യത്തിൽ ഇതുവരെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കും. നിങ്ങൾ സംശയത്തോടു കൂടിയാണ് VS അച്യുതാനന്ദൻ ഒരു കൈ ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു അടിയന്തര പ്രമേയത്തിൽ ഇടപെടുമ്പോൾ ഒക്കെ തന്നെയും ശ്രീ AK ബാലൻ, താങ്കൾ നിയമസഭാ കക്ഷി സെക്രട്ടറി കൂടിയാണ്, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനു പുറമെ. സംശയത്തോടു കൂടിയാണോ VS എന്താണ് ചെയ്യുന്നത്? പാർട്ടി താല്പര്യം അനുസരിച്ചാണോ അതോ UDFനെ സഹായിക്കാനാണോ എന്ന സംശയത്തോടു കൂടിയാണോ നോക്കാറുള്ളത്? അല്ല, അക്കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നേ വരെ ഒരു അഭിപ്രായം VSനെതിരായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണകക്ഷിയെ സഹായിക്കുന്ന നിലപാട് അദ്ദേഹം എടുക്കുന്നു എന്ന് ഞങ്ങൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മള് എഴുതാത്തപുറം വായിക്കേണ്ട നിയമസഭയിൽ ഒരു നിലപാടും നിയമസഭയ്ക്ക് പുറത്ത് വേറൊരു നിലപാടും എങ്ങനെയാണ് സാധിക്കുക? UDFനെ സഹായിക്കണമെങ്കിൽ നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ തന്നെയും അങ്ങനെ ഒരു സഹായം കിട്ടണം. ഇനി മാത്രമല്ല, ഈ പറയുന്നതിൽ എത്ര കണ്ട് വസ്തുതയുണ്ട് ശ്രീ AK ബാലൻ? VS അച്യുതാനന്ദൻ UDFനെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതാരാണ് വിശ്വസിക്കുക? UDFുകാരോട് ചോദിച്ചാൽ VS അച്യുതാനന്ദനാണ് CPMലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ഏത് പാതിരാത്രിക്കും പറയില്ലേ? ഈ R ബാലകൃഷ്ണപിള്ളയെ ജയിലിലാക്കിയത്, ഈ കുഞ്ഞാലിക്കുട്ടിയെ നാമാവശേഷമാക്കിയത്, ഇതെല്ലാം VS അച്യുതാനന്ദനല്ലേ? പിന്നെ എങ്ങനെയാണ് VS UDFനെ സഹായിക്കുന്നു എന്ന് നിങ്ങൾ പറയുക? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. റേഞ്ചിന്റെ ഒരു കുറവുണ്ട്. ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാമെങ്കിൽ കൃത്യമായിട്ട് പറയാം. VS ഇപ്പോ സ്വീകരിക്കുന്ന സമീപനം ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയെ പതനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള സമീപനം പ്രത്യക്ഷത്തിലും പരോക്ഷമായും ചെന്നെത്തുക. എങ്ങനെയാണ്? ഒരു ഉദാഹരണം ഞാൻ 2 ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞല്ലോ. അല്ല, ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിപൂർണമായും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റപ്പെട്ടതാണ്. ആ സമയത്താണ് അനാവശ്യമായി ഒരു രൂപത്തിലും ഇല്ലാത്തൊരു കാര്യം എല്ലാവർക്കും അറിയാം. സഖാവ് വെളമരം കരീമിനെതിരായി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമായി രൂപം കൊണ്ടത്. 2 കാര്യങ്ങൾ. ഒന്ന് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. 2004 അതേ മുന്നണി തന്നെ ഇടതുപക്ഷ ഐക്യം RSPയെയും ജനതാദൾ യുണൈറ്റഡിനെയും ഒപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി ഇപ്പോൾ അങ്ങ് കാണുന്നത്. രണ്ടാമത്തേത് എളമരം കരീമിൻ്റെ കാര്യത്തിൽ 164ന്റെ അടിസ്ഥാനത്തിൽ KM മാണിക്കെതിരെ കേസെടുക്കാമെങ്കിൽ സ്വാഭാവികമായും മറ്റാർക്കുമെതിരെ കേസെടുക്കേണ്ടി വരും എന്ന പൊതുന്യായവും തത്വവുമാണ് VS പറഞ്ഞത്. അല്ല, അത് VS അക്കാര്യത്തെ സംബന്ധിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. കാരണം മലബാർ സിമന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഈ അയാൾ പ്രതിയായിരുന്നു. അയാളെ മാപ്പ് സാക്ഷിയാക്കി CBI കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രേഖയാണത്. മറ്റേതല്ല. മറ്റേത് നേരിട്ട് കൈക്കൂലി കൊടുത്തു എന്നുള്ള. അങ്ങനെയല്ലേ പാർട്ടിക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയൂ? ഞാൻ ചർച്ചയിലേക്ക് തിരികെ വരികയാണ്. ശ്രീ സുരേന്ദ്ര ബാബു, VS അച്യുതാനന്ദൻ എന്തായാലും പരസ്യ പ്രസ്താവന നടത്തുന്നു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനോട് തന്നെ VS അച്യുതാനന്ദൻ പറഞ്ഞത് 2004 തെരഞ്ഞെടുപ്പ് വിജയം 20ൽ 18 സീറ്റുകൾ നേടിയത് പിന്നീട് പഴയ നേതൃത്വത്തിൻ്റെ പരാജയം കാരണമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഘടകകക്ഷികളെ എല്ലാം അടിച്ചു പുറത്താക്കിയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത്. ഇനിയിപ്പോൾ 2016 പഴയ LDF തിരികെ വരാൻ പോവുകയാണ്, ഞങ്ങളുടെ പഴയ നേതൃത്വത്തിന് ചെവിക്കുറ്റിക്ക് അടി കിട്ടി എന്നൊക്കെയാണ് വലിയ വായിൽ ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞത്. അങ്ങനെ ഒരു നേതാവ്, വളരെ പ്രായം ചെന്ന ഒരു നേതാവ് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. ഇപ്പോൾ പാർട്ടി എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും ഇപ്പോഴും അതേപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരികെ പറയുകയാണ്. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ VS അച്യുതാനന്ദൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിന് കൗണ്ടർ പാർട്ടി സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന നിലയിലാണ്. ഇതുതന്നെയാണ് പല ബൂർഷ്വാ ജനാധിപത്യ പാർട്ടികളിലും നടക്കുന്നത്. വിമത നേതാവ് ഒരു പ്രസ്താവന നടത്തും, പാർട്ടി നേതൃത്വം വേറൊരു പ്രസ്താവന നടത്തും, അത് കൂട്ടകലാപമായി മാറും. എന്താണ് ബൂർഷ്വാ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഇപ്പോൾ വ്യത്യാസം?
അല്ല, അതിനകത്ത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യം, VS അച്യുതാനന്ദനൊരു ഭിന്നാഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് പോളിറ്റ് ബ്യൂറോയിലെത്തി ചർച്ച ചെയ്ത് തീരുമാനമെത്തുന്നതുവരെ ഔദ്യോഗിക വിഭാഗത്തിന് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ സംഭവിച്ചത് അടിയന്തരമായി സെക്രട്ടേറിയറ്റ് കൂടുകയും ഒരു പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയം പാർട്ടിക്കാർ ഒന്നടങ്കം അവതരിപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമായി. ഏകപക്ഷീയമായി മാധ്യമങ്ങളുടെ പിന്തുണയോടെ VS അച്യുതാനന്ദൻ നേടിയിരുന്ന സൗകര്യപരമായ ഒരു ആനുകൂല്യം ആ ഒറ്റ പ്രവൃത്തിയിലൂടെ തകർന്ന് തരിപ്പണമാവുകയും VS അച്യുതാനന്ദന് സംസ്ഥാന സമ്മേളനത്തിൽ ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പാർട്ടി ഏകോപിപ്പിക്കപ്പെട്ടു. ഇത്തവണ നോക്കുക, അദ്ദേഹം ഭിന്നാഭിപ്രായം പറഞ്ഞു 2004 മുതൽ. അതുതന്നെ തെറ്റാണ്. അതുതന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു 2005 തെരഞ്ഞെടുപ്പിലും 2006 തെരഞ്ഞെടുപ്പിലുമൊക്കെ ആ മുന്നണി സങ്കല്പത്തിൽ ജയിച്ചു കയറുകയാണ് ഉണ്ടായത് ഇടതുപക്ഷം. എന്നാൽ അതിനുശേഷം ഇടതുപക്ഷത്തിന് സംഭവിച്ച പരാജയം, അത് 9-ലാണെങ്കിലും 14-ലാണെങ്കിലും, ആ പരാജയം അഖിലേന്ത്യാ നിലവാരത്തിലെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ മുന്നിൽ വസ്തുതകളായിട്ടുണ്ട് ശ്രീ ഭാസ്കരേന്ദ്ര ബാബു. എൻ്റെ ചോദ്യം, ഇങ്ങനെ രണ്ട് പബ്ലിക് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സാധാരണ ജനാധിപത്യ ബൂർഷ്വാ പാർട്ടികളിൽ നടക്കുന്ന ദുഷ്പ്രവണത CPM-ലേക്കും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും വരികയല്ലേ? അത് ശരിയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ പ്രമേയമാണ്, മറ്റത് വെറും വിമത പ്രവർത്തനമാണെന്നൊക്കെ പറയാം. പക്ഷേ ഇതൊരു ചക്കളത്തി പോരാട്ടമായിട്ടല്ലേ ഒരു സാധാരണ വോട്ടർ കാണൂ, ഒരാൾ കാണൂ? നിശ്ചയമായും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില പ്രവർത്തന ശൈലികളും രീതികളും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഹരശേഷിക്ക് എതിരായി വന്നിട്ടുമുണ്ട് അണികളുടെ ഇടയിൽ. അത് ശരിയുമാണ്. സമരങ്ങൾ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്ന വിഭാഗീയത തന്നെയാണെന്ന് ഒരിക്കൽ കൂടി VS അച്യുതാനന്ദൻ തെളിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ. അവിടെയാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്, ഒരു സമാന്തര അധികാര കേന്ദ്രമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ അതിനെ നേരിടുക തന്നെയും തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് വഴി ഇപ്പോൾ നോക്കുക, ശ്രീ ബാലന് തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രമേയത്തിൻ്റെ സൗകര്യമുള്ളതുകൊണ്ടാണ്. ഈ പ്രമേയം സത്യത്തിൽ കേരളത്തിലെ പാർട്ടി സംഘടനയെ തകർക്കാൻ VS അച്യുതാനന്ദൻ ശ്രമിക്കുന്നത് കൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനമായാണ് കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് താങ്കൾ സൂചിപ്പിച്ചതുമാതിരി ചക്രത്തി പോരാട്ടമായിട്ട് വിശദീകരിക്കാൻ ഒരുപക്ഷെ കഴിയുമെങ്കിൽ പോലും വളരെ പെട്ടെന്ന് പ്രതികരിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം അലർട്ടായി VS-ന് മറുപടി പറയുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നാളെ മുതൽ എല്ലായിടത്തും നേതാക്കൾ VS-നെതിരെ ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗിച്ചു തുടങ്ങുന്ന അവസ്ഥ വരുമെന്ന് നികേഷ് കുമാറിനും അറിയാം. അങ്ങനെ വരുമ്പോൾ ഉരുളയ്ക്കുപ്പേരി എന്ന നിലയ്ക്ക് ഉടനടി പ്രതികരിച്ചുകൊണ്ട് VS-ന്റെ ശ്രമങ്ങളെ തടയിടാൻ നടത്തുന്ന സംസ്ഥാന നിലവാരത്തിലെ ശ്രമം പോളിറ്റ് ബ്യൂറോയുടെ അന്വേഷണ കമ്മീഷനുണ്ടല്ലോ, അതിലും പ്രതിഫലിക്കാതിരിക്കില്ല എന്ന ഒരു ചിന്തയും കൂടി നമുക്ക് ഈ താളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് താങ്കൾ സൂചിപ്പിച്ച ഈ ചക്കളത്തി പോരാട്ടം, ആ വാക്ക് ഞാൻ കടമെടുക്കുന്നു, അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത അധിക ദൂരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. MP ചേക്കുട്ടി, KPR ഗോപാലനായാലും ചാത്തുണ്ണി മാസ്റ്ററായാലും MV രാഘവനായാലും KR ഗൗരിയമ്മ ആയാലും പൊന്നുകായ്ക്കുന്ന മരമായാലും പുരയ്ക്കുമേൽ ചാഞ്ഞാൽ വെട്ടിമാറ്റുമെന്ന് CPM ഓരോ കാലഘട്ടത്തിലും പറയുകയും ഈ പറയുന്ന കുറ്റപത്രത്തിൻ്റെ വലുപ്പത്തിലുള്ള കുറ്റപത്രം ഒന്നും ഇവർക്ക് നൽകാതെ തന്നെ അവരെയെല്ലാം നിഷ്കരുണം പുറത്താക്കാനും പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ VS അച്യുതാനന്ദനെ പുറത്താക്കാൻ കഴിയുന്നില്ല. പാർട്ടി നിരന്തരം VS എന്താണോ നടത്തുന്നത് അതിന് ബദലായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുകയോ പ്രമേയം പാസ്സാക്കുകയോ വാർത്താ സമ്മേളനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് പാർട്ടിയുടെ അപജയമായോ പാർട്ടിയുടെ ബലക്ഷയമായോ കാണേണ്ടതാണോ? പാർട്ടിയുടെ അപജയം ബലക്ഷ്യമല്ല, രാഷ്ട്രീയം മാറി എന്നുള്ളതാണ്. MVR-നെ 85-ലൊക്കെ പുറത്തേക്ക് പോകുന്ന കാലമല്ല ഇന്ന് 2015 എന്ന് പറയുന്നത്. ഒരുപാട് കാലം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായിട്ട് പാർട്ടിയുടെ ഒഫീഷ്യൽ ലൈനിനോട് വിയോജിപ്പുള്ള ആൾക്ക് പരസ്യമായിട്ട് പറയാനുള്ള സംവിധാനം ഉണ്ടായേ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ എതിരഭിപ്രായം പറഞ്ഞു. ആ എതിരഭിപ്രായം പറയാനുള്ള അവകാശം
പാർട്ടിക്കകത്തുണ്ട്. പാർട്ടി അങ്ങനെയുള്ള അവകാശങ്ങൾ കൊടുക്കുകയില്ല, എതിരായിട്ടുള്ള നിലപാടുകൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ജനാധിപത്യപരമായ മര്യാദകൾ പാർട്ടിക്കകത്തും ബാധകമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവരിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട, പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ VS അച്യുതാനന്ദൻ UDFന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണിത്? കേരളത്തിൽ UDFിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ജനതാദളായാലും ശരി, RSP ആയാലും പോലും, അതുപോലെ പാർട്ടിക്കകത്തുള്ള മഹാഭൂരിപക്ഷം സാധാരണ പ്രവർത്തകരെ ഒക്കെ വലതുപക്ഷത്തേക്ക് അടിച്ചു ഓടിച്ചത് ആരാണ്? അത് VS അച്യുതാനന്ദൻ ഒരു കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പൊ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇന്ന് ഇറക്കിയിരിക്കുന്ന പ്രമേയം ഒരു കാരണവശാലും VS അച്യുതാനന്ദന് വലിയ ആഘാതം ഉണ്ടാക്കിയില്ല. അതേസമയത്ത് VS അനാവശ്യമായിട്ടുള്ള പ്രകോപനമായ ചില പരാമർശങ്ങൾ സാധിക്കും. അതിലൊന്ന് പുതിയ സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ട് പഴയ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു കാറ്റ് അദ്ദേഹത്തിന് അടിക്കും. കാരണം അതൊരു ശരിയായ നിലപാടല്ല. അദ്ദേഹം വന്നിട്ടേ ഉള്ളൂ, സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ തിരുത്താൻ അദ്ദേഹത്തിന് സമയം കൊടുക്കണം. അഖിലേന്ത്യാ സെക്രട്ടറി പുതുതായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറെ കൂടി ഒരു എന്താ പറയുക, കുറെ കൂടി പാർട്ടിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനം VS എടുക്കേണ്ടതായിരുന്നു. പക്ഷേ VS എടുത്ത രാഷ്ട്രീയ സമീപനം പൂർണ്ണമായി ശരിയാണ്. ഇനി കോടിയേരി ബാലകൃഷ്ണൻ എത്ര ശ്രമിച്ചാൽ പോലും ഈ പ്രമേയത്തിൽ പറഞ്ഞ സെൻട്രൽ തീസിസ് അദ്ദേഹം UDFന്റെ കൂടെയാണെന്നുള്ളത് ഒരിക്കൽ പോലും കേരളീയ സമൂഹം അംഗീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ ശ്രീ ശേഖുട്ടി, അക്കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരുന്നു. നെയ്യാറ്റിൻകര നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം, പോളിംഗ് ദിവസമാണ് VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ വസതിയിൽ പോയത്. അയ്യോ, ഞാനത് അറിഞ്ഞില്ല എന്ന് VS അച്യുതാനന്ദൻ പറയുമ്പോൾ VS അച്യുതാനന്ദനെ അറിയുന്ന താങ്കൾക്കും അറിയാം VS അച്യുതാനന്ദൻ അവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന്. രണ്ട്, ഇപ്പോൾ അഴിമതി ആരോപണങ്ങളിൽ അകപ്പെട്ട് UDF വലിയ പ്രതിസന്ധി നേരിടുകയും ഏതാണ്ട് പിണറായി വിജയൻ അനുകൂലമായി കാര്യങ്ങൾ ഒത്തുവരുന്നുണ്ടോ എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ RSPയുടെയും JDUവിൻ്റെയും കാര്യത്തിൽ പറഞ്ഞു പോവുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പഴയ നേതൃത്വം ഇവരെ ചവിട്ടി പുറത്താക്കിയതാണ് എന്നും അവരോട് തെറ്റേറ്റു പറഞ്ഞ് അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നും അവരിപ്പോൾ നടത്തുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ വഴക്ക് അത് ഞങ്ങൾ അവരെ പരിധി വിട്ട് പരിഹസിച്ചത് കൊണ്ടാണ് എന്നുമൊക്കെ പറയുമ്പോൾ നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ നേതൃത്വം ഒന്നും കൊള്ളാത്തവരാണെന്ന് കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഞങ്ങൾ എന്ന പരാമർശം ഇവിടെ എല്ലാവരും ഏതാണ്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ സീതാറാം യെച്ചൂരിയെ കൂട്ടുപിടിക്കുകയാണെന്നുള്ള തോന്നലും സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടാക്കുന്നു. അതിലൊന്നും കാര്യമില്ല. കാരണം പാർട്ടിക്കകത്ത് വളരെ രൂക്ഷമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ഭിന്നതകളും സംഘർഷവും നിലനിൽക്കുന്ന സമയത്താണ് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം. TP ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു സഖാവിനെ ഇവരുടെ ആളുകൾ വെട്ടിക്കൊന്നതിന് ശേഷം ഉണ്ടായ ദിവസങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനമാണ് പാർട്ടിക്കകത്തുള്ള ഐക്യം. പാർട്ടി സഖാവിന് കൊന്ന സംഭവത്തിൽ ഒരു സ്വാഭാവികമായിട്ടും VS അച്യുതാനന്ദന് മാത്രമല്ല, കേരളത്തിലുള്ള കോഴിക്കോട്ടുള്ള വടകരയിലുള്ള ഒജിയത്തുള്ള ഓരോ പാർട്ടി പ്രവർത്തകനും ഓരോ ആൾക്കും ഇതിനകത്ത് സങ്കടമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്ന നിലപാടുകളെ മറ്റേതെങ്കിലും തരത്തിൽ കാണേണ്ടതില്ല. ആഭ്യന്തരമായിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമല്ല, അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന അഭേദ്യത്തിനോടുള്ള എതിർപ്പാണ്. മറുഭാഗത്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തുനിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് തന്നെയായിട്ടുള്ള VS അച്യുതാനന്ദൻ നടത്തുന്ന ശ്രമങ്ങളെ പാർട്ടി അങ്ങനെ തെറ്റായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, പാർട്ടിയെ കടവിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യും എന്ന തരത്തിലുള്ള VSന്റെ പ്രസ്താവനകൾ സത്യസന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ഗുണം ചെയ്യില്ല, ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യില്ല, കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് VS അച്യുതാനന്ദൻ നടത്തുന്ന ശ്രമങ്ങളെ ആ നിലയിൽ കാണാതെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ശ്രമങ്ങളിലേക്കാണ് പാർട്ടി വീണ്ടും ശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രമേയം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ VSനെതിരായിട്ട് അനാവശ്യമായ പദപ്രയോഗങ്ങൾ അതിലുണ്ട്. VS തിരുത്തണം എന്ന നിലപാട് ശരിയാണ്. കാരണം VSന്റെ നിലപാടിൽ തിരുത്തൽ ആവശ്യമുണ്ട്. അതേസമയത്ത് പാർട്ടി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം VS UDFന്റെ ഭാഗത്തേക്ക് നിൽക്കുന്നു എന്നത് ശരിയല്ല. അത് മാത്രമേ നമ്മളിപ്പം ഗൗരവമായിട്ട് കാണേണ്ടതുള്ളൂ. മറ്റുണ്ടായ സംഗതികളൊക്കെ അതിന്റെ സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്ന വൈജാത്യങ്ങളാണ്. അത് ഒരു പെർമനന്റ് പൊളിറ്റിക്കൽ പൊസിഷൻ അല്ല. ഷാജഹാൻ കൂടെ കിടന്നവരാണ് രാപ്പനി കൂടുതലായി അറിയാൻ കഴിയുക. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത് VSന്റെ ഭാവി പരിപാടികൾ എന്താണ്. ഇപ്പോൾ പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു VS അച്യുതാനന്ദൻ അല്ല ഈ വീടിൻ്റെ ഗൃഹനാഥൻ, അതുകൊണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാറുണ്ടെങ്കിൽ ഞങ്ങളുമായി സംസാരിച്ചാൽ മതി എന്നാണ്. VS എന്താണ് ഇനി ഒരു വർഷം ചെയ്യുക? ഫ്രീ ആയല്ലോ, ഇനിയിപ്പോൾ ബാക്കി പരിപാടികളൊന്നുമില്ല. അപ്പോൾ എന്താണ് VS അച്യുതാനന്ദൻ ചെയ്യാൻ ശ്രമിക്കുക? പിണറായിയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ VSന്റെ കയ്യിലുള്ള ഏക ആയുധം SNC ലെവലിലാണ്. അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക സാധ്യമായിരിക്കുമോ?
അല്ല നികേഷ്, അതിൽ വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. വി എസ് അച്യുതാനന്ദന് വയസ്സ് 92 കഴിഞ്ഞു. വയസ്സിനെ പിടിച്ച് പുറകോട്ട് വലിക്കാൻ വി എസ് അച്യുതാനന്ദൻ നല്ല ലോകത്തിൽ ശാസ്ത്രം ഇതുവരെ അതിൻ്റെ മറുമരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് വയസ്സ് പുറകോട്ട് വരുത്താൻ വി എസിന് കഴിയത്തില്ല. വി എസ് അച്യുതാനന്ദൻ്റെ ഇനിയുള്ള എന്ന് മാത്രമല്ല, വി എസ് അച്യുതാനന്ദൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, പുതിയ പ്രസ്ഥാനം, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ വി എസ് അച്യുതാനന്ദന് കഴിയില്ല. വി എസ് അച്യുതാനന്ദന് കൂടെ ബുദ്ധി ഉപദേശിക്കാൻ പഴയതുപോലെ ആളുകളില്ല. അതിൽ ഒരാൾ ഉണ്ട് ഇല്ല എന്ന് കേൾക്കുന്നു. ഒരാളിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ കുടിയൊഴിപ്പിക്കലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വി എസിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ജിജി തോംസണൊപ്പം നിന്ന് മഴ നനയുന്ന കാഴ്ച, അവർ IAS ഉദ്യോഗസ്ഥൻ മഴ നനയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വി എസ് അച്യുതാനന്ദന് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കാനും ആളുകളില്ല. അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. തെറ്റിദ്ധാരണയാണെന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ആയിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. തുടരാം, അതിൽ പിടിക്കണ്ട, തുടരാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, വി എസ് അച്യുതാനന്ദന് ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും ഈ പരിമിതികൾക്കും ദൗർബല്യങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് വി എസ് അച്യുതാനന്ദന് വളരെ കാര്യക്ഷമമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നികേഷ് സൂചിപ്പിച്ചു. അത് എന്താണെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി, മുഖ്യമന്ത്രി ആവുന്നത് ജനങ്ങൾ തീരുമാനിക്കണം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അടുത്ത തവണ മത്സരിക്കുന്നത് തടയാൻ വി എസ് അച്യുതാനന്ദന് വളരെ കാര്യക്ഷമമായി കഴിയും. ആ ശ്രമം വി എസ് അച്യുതാനന്ദൻ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നികേഷ് പലതവണ സൂചിപ്പിച്ചു. അത് സംബന്ധിച്ച് പൂർണ്ണമായ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്തായാലും വി എസ് അച്യുതാനന്ദന് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി അജണ്ട എന്ന് പറയുന്നത് പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളതായിരിക്കും എന്നതാണ് എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല ആ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നുള്ളൂ. എന്താണ് ലാവലിൻ്റെ കാര്യത്തിൽ എന്തോ പൂർണ്ണമായി വെളിപ്പെടുത്താനാകില്ല എന്ന് പറയുന്നു. താങ്കൾ എന്താ രഹസ്യങ്ങളുടെ ഒരു കലവറയായി വീണ്ടും മാറിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ലാവലിൻ എനിക്ക് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ കേസിൽ ഞാൻ തന്നെയാണ് എൻ്റെ വാദം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കേസിൽ പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒരു പരാമർശം വന്ന് കിട്ടിയാൽ വി എസ് അച്യുതാനന്ദന് അത് വലിയ നേട്ടമായിരിക്കും. അത്രയും മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ വഴികളും വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് കൃത്യമായ വിവരമുണ്ട്. എല്ലാ വഴികളും നികേഷ് നേരത്തെ സാധാരണ കാണിക്കാറുള്ള പോലെ ഇൻ കോഡ്സിലാണ് ഞാൻ പറയുന്നത്. വി എസ് അച്യുതാനന്ദൻ്റെ മുൻപിലുള്ള ഏക അജണ്ട എന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് പിണറായിയെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പിണറായിയെ മാറ്റി നിർത്തുന്നതിന് പൊതുമണ്ഡലത്തിൽ നിന്നും വി എസ് അച്യുതാനന്ദന് വലിയ പിന്തുണയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പിണറായി ഉണ്ടെങ്കിലേ താങ്കൾ തന്നെയാണ് അത് ഹൈക്കോടതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. താങ്കൾ തന്നെയാണ് താങ്കളുടെ കേസിന്റെ അഭിഭാഷകൻ എന്നും താങ്കൾ പറയുന്നു. അവിടെ വി എസ് അച്യുതാനന്ദൻ എന്ത് ശ്രമം? താങ്കളും വി എസ് അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധം എന്നേ അറ്റുപോയതാണ്. അല്ല, അത് അറ്റുപോയതാണ് എന്ന് മാത്രമല്ല ഇന്നും അറ്റു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ലാവ്ലിൻ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് അതെന്തായി എന്നറിയാനുള്ളൊരു ആകാംക്ഷ പല പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ആകാംക്ഷയുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തിട്ടുള്ള നിലപാട് ഇത് എൻ്റെ സമരമാണ്, ഞാനാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ സമരത്തിൽ വാദിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ആശങ്ക എനിക്കാണ് ഉണ്ടാവേണ്ടത്. ആ ആശങ്കയുമായി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം എന്നുള്ളൊരു നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ആശങ്കയുണ്ട്, എങ്ങനെയാണത് നടക്കുന്നത് എന്നറിയാനൊക്കെ വലിയ ആശങ്ക ഇപ്പോൾ ഉണ്ട് എന്നുള്ള വസ്തുത ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വി എസ് അച്യുതാനന്ദനോ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദനോടൊപ്പം നിൽക്കുന്നവരോ KM ഷാജഹാനുമായി ബന്ധപ്പെടുന്നുണ്ട്. SNC ലാവലിൻ്റെ ഹൈക്കോടതിയിലെ ഹർജി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരായുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം പിണറായിക്കെതിരെ കിട്ടുമോ എന്നുള്ളൊരു സാധ്യത വി എസ് തേടുന്നുണ്ട് എന്നാണ് ശ്രീ KM ഷാജഹാൻ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. വളരെ നന്ദി ശ്രീ ഷാജഹാൻ. ഒപ്പം തന്നെ ഭാസുരേന്ദ്രബാബു, NP ചേക്കുട്ടി, ഒപ്പം തന്നെ AK ബാലൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. CPM ചർച്ചകളിൽ CPM നേതാക്കൾ തന്നെ വരുന്നതിൽ സന്തോഷം.